ഹലോ ഗൈസ്, ഇന്നൊരു ഡ്രോയിങ് ആയാലോ? നോക്കിയേ, ഇതൊക്കെ ഞാൻ മുൻപ് വരച്ച പടങ്ങളാണ്. അത്ര വലിയ പടം വരപ്പ് കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഒരു പടം വരച്ചാലോ? അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് ഇത്. കൊച്ചു കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ് ഇന്ന് ഞാൻ വരയ്ക്കുന്നത്. പിൻട്രസ്റ്റിൽ ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ വരയ്ക്കാൻ തോന്നി, അത് നിങ്ങളെയും കാണിക്കാൻ തോന്നി. ഒരു ആസ്ഥാന പടം വരപ്പുകാരി അല്ലെങ്കിലും ഒരു ആസ്ഥാന പടം വരപ്പുകാരൻ്റെ അനിയത്തി ആയതുകൊണ്ടുള്ള അഹങ്കാരത്തിൽ വരച്ചതാണ് ഗൈസ്. എൻ്റെ ബ്രദർ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ പടം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഗൈസ്. പക്ഷേ ചേട്ടൻ്റെ വരയുടെ അടുത്ത് എൻ്റെ വര അയലത്ത് വീട്ടുകാരുടെ അയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. ഞാനിപ്പോൾ എന്താണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഞാനിപ്പോൾ ഒരു തേനീച്ചയാണ് വരയ്ക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും, തേനീച്ചയോ ഇതോ? ട്രസ്റ്റ് മീ ഗൈസ്, ഇത് തേനീച്ചയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, കുട്ടികൾക്കൊക്കെ കൂടുതലും ക്യൂട്ടായിട്ട് കാണുന്ന പിക്ചേഴ്സിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ പിന്നെ വരയ്ക്കുന്ന ചിത്രം കുറച്ച് ക്യൂട്ടായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇതുപോലുള്ള കുട്ടി കുട്ടി പടങ്ങൾ നിങ്ങൾക്കും ഉറപ്പായിട്ടും വരയ്ക്കാൻ പറ്റും. കാരണം ഞാൻ വരച്ചില്ലേ, കാരണം എനിക്ക് വരയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇതുപോലെ കണ്ടും മാച്ചും വരച്ചും വെട്ടിയും കുത്തിയും അങ്ങനെ വരച്ചതാ. ശ്രമിച്ചാൽ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പറ്റില്ല എന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ പിന്നെ ശ്രമിക്കുന്നത് കൊണ്ട് എന്താ? സത്യം പറയാലോ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കഴിവില്ലായിരുന്നു. പക്ഷേ എനിക്ക് പറ്റുമെന്ന വിചാരത്തിലാണ് ഞാനിത് ശ്രമിച്ചപ്പോൾ എന്നെക്കൊണ്ട് എങ്ങനെയെങ്കിലും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലേ, അത് എൻ്റെ ഒരു വലിയൊരു വിജയമാണ്. അതുകൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നവരോട് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് പറ്റും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ സ്വയം നമ്മളത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ അത്ര ഫിലോസഫറൊന്നും അല്ല, എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. കാരണം എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്കത് പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു വലിയൊരു കാര്യമാണ്. അതൊരു ചെറിയ കാര്യമായിരുന്നാലും എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അത് നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കണം. അതെന്താണെന്ന് ആദ്യം കണ്ടെത്തി സ്വയം വിജയത്തിലോട്ട് മാറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പടം ഏകദേശമൊക്കെ ഒന്ന് ഫിനിഷ് ആവാറായി എന്നല്ല, ഫിനിഷായി. കണ്ടില്ലേ, അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിലും കാണാൻ ഒരു ക്യൂട്ടൊക്കെ ആയിട്ടില്ലേ? അപ്പോൾ വരയ്ക്കാൻ അറിയാത്ത ഞാൻ ഇത്രയൊക്കെ വരച്ച് ഈ വിധമാക്കിയെങ്കിൽ അത് ഉറപ്പായിട്ടും എൻ്റെ ഒരു കോൺഫിഡൻ്റാണ്. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ടേ പറ്റൂ എന്നൊരൊറ്റൊരു തോന്നലിലാണ് ഞാൻ ഇത്രയെങ്കിലും വരച്ചത്. അപ്പോൾ എൻ്റെ തേനീച്ച കുട്ടിയെ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.